വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വികസന സദസ്സിന് ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ കേരളത്തിൽ. ഇന്ന് രാവിലെ ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ TV കണ്ടവർക്കറിയാം. 22-ാം തീയതി സംസ്ഥാനതല ഉദ്ഘാടനം. ആ ദിവസം തന്നെ വിളയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം മാതൃകാപരമായ കാര്യമാണ്. കാരണം വികസനത്തിൽ ജനങ്ങളോട് ഇടപെട്ടും ഇടപഴകിയും ജനങ്ങളെ കേട്ടും മുന്നോട്ട് പോകണം എന്നുള്ള ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കണിശതയും കൃത്യതയുമാണിതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇവിടെ മൊഹസിൻ കുറേ കാര്യം പറഞ്ഞു. മൊഹസിൻ കേരള നിയമസഭയിൽ ഒരു മികച്ച സാമാജികനാണ്. നന്നായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന, സഭയിൽ എല്ലാ വിഷയങ്ങളും നിരന്തരം ഇടപെടുന്ന, ചില ഘട്ടങ്ങളിലെങ്കിലും നിയമസഭയുടെ പാനൽ ഓഫ് ചെയർ എന്ന് പറഞ്ഞാൽ സ്പീക്കറുടെ ആബ്സെൻസിൽ നിയമസഭ നിയന്ത്രിക്കാൻ എല്ലാ പാർട്ടികളും കൂടി തീരുമാനിക്കുന്ന, ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി തീരുമാനിക്കുന്ന വേളകളിൽ 2 or 3 തവണ മെഹസിൻ സ്പീക്കറെ സഹായിക്കാൻ ചെയറിൽ അംഗമായിരുന്നു. ആ ഘട്ടത്തിൽ വളരെ മനോഹരമായി മെയ്വഴക്കത്തോടെ സഭ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുകൂടി തെളിയിച്ച ഒരു സാമാജികൻ കൂടിയാണ്. സ്പീക്കർ ഇരിക്കുമ്പോൾ എല്ലാവരും കേൾക്കും, കാരണം സ്പീക്കർ ചെയറാണ്. പക്ഷെ ചെയർ ഇരിക്കുമ്പോൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പാനൽ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കേട്ടെന്ന് വരില്ല. പക്ഷെ അവിടെയാണ് മൊഹസിൻ വളരെ സമചിത്തതയോടുകൂടി സഭ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ മൊഹസിൻ്റെ ഒരു ശ്രദ്ധേയമായ പദ്ധതിയാണ്, എത്ര പേർക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ കുട്ടികളുടെ. പ്രത്യേകിച്ച് നമ്മുടെ തലമുറ വഴിമാറി പോവുകയാണ്. ഡ്രഗ്സിൻ്റെ പിന്നാലെ പായുന്നു, കടുത്ത രീതിയിൽ മാനസിക സമ്മർദ്ദത്തിന് വിധേയമാകുന്നു. ചിലരെങ്കിലും നിസ്സാര കാര്യത്തിന് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. നമുക്ക് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് തരക്കേടില്ലല്ലോ, നല്ല തടിയും മണ്ണൊക്കെ ഉണ്ട്, ഫിറ്റാണല്ലോ. ഇന്ന് നിങ്ങളൊക്കെ റീഡ് ചെയ്യും. പക്ഷേ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനം, മെന്റൽ ഫിറ്റ്നസ് കൂടി വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ പലർക്കും ഇന്ന് മെന്റൽ ഫിറ്റ്നസ് ഉള്ള സാധനമില്ല. ചെറിയൊരു കാര്യം വരുമ്പോൾ തളർന്നു പോകണം. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞാൽ കുട്ടികൾ ക്ഷണിച്ചു പോവാണ്. എന്തെങ്കിലും ഒരു ചെറിയ സമ്മർദ്ദം വരുമ്പോൾ നമ്മൾ പതറിപ്പോവാണ്. ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. അവിടെയാണ് 140 നിയമസഭാ സാമാജികരിൽ ഒരാളും ശ്രദ്ധിക്കാതിരുന്ന, എന്നാൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു വിഷയം മൊഹസിൻ അഡ്രസ് ചെയ്തത് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആണ്. അത് ഇവിടുത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കി. നിയമസഭയിൽ അത് മൊഹസിൻ അവതരിപ്പിച്ചപ്പം സ്പീക്കർ എന്ന നിലയിൽ മൊഹസിനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ഞാൻ. അത് മാതൃകാപരമാണ്, അനുകരണീയ മാതൃകയാണ്. കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇത് നടപ്പിലാക്കണം എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഞാൻ. അത് നിർബന്ധമാണ്. കാരണം സ്കൂൾ കുട്ടികൾ പലതരത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ മെന്റൽ ഫിറ്റ്നസ് കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരമൊരു ക്യാമ്പയിൻ പിന്നീട് ഹിന്ദു എന്ന് പറയുന്ന പത്രം വലിയ രീതിയിൽ വാർത്തയാക്കി സ്റ്റേറ്റിലെമ്പാടും പ്രചരിപ്പിച്ച ഒരു ന്യൂസ് ആയിരുന്നു ഈ മെന്റൽ ഹെൽത്ത് ക്യാമ്പയിൻ. അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ. ഇപ്പോൾ സഭക്കകത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കും, നന്നായി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പ്രസംഗിച്ചെന്നല്ലോ, ഇവിടെ ഇപ്പോൾ ആവേശം പ്രസംഗിച്ചാൽ. എന്നാൽ സഭയിൽ വളരെ പക്വമതിയായി വളരെ ശാന്തനായി സംസാരിക്കുന്ന ഞാൻ കണ്ട. സഭ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആകെ അത്ര സമയം വിട്ടു പ്രസംഗിക്കാൻ 10 മിനിറ്റ്. പിന്നെ മൊഹസിനൊക്കെ പുതിയ സാമാജികനായതുകൊണ്ട് പാർലമെന്ററി പാർട്ടിനെ ഡിവൈഡ് ചെയ്യുക. 10 മിനിറ്റൊക്കെ കിട്ടും. 10 മിനിറ്റിന് അപ്പുറത്തൊന്നും മൊഹസിൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ 10 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു നിയമസഭാ സാമാജികന്റെ ഏറ്റവും വലിയ മികവ്. ആ നിലയിൽ വളരെ സമയബന്ധിതമായി കാര്യങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാനും കൂടി മൊഹസിന് കഴിഞ്ഞിരുന്നു.
വികസന കാര്യം അദ്ദേഹം പറഞ്ഞു. വികസനത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ എനിക്കറിയുന്ന കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പാകെ നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജനപ്രതിനിധി കേരളത്തിലെ ഏറ്റവും മികച്ച സാമാജികന്മാരിൽ ഒരാളാണെന്ന കാര്യം അങ്ങനെ പറയാം. ഇവിടെ ഇപ്പോൾ സ്വാഗതം പറയുമ്പോൾ പ്രസിഡന്റ് പറഞ്ഞു എന്തൊക്കെയാണ് നടന്ന 5 വർഷക്കാലം. ബഡ്സ് അംഗൻവാടി, ഭിന്നശേഷിക്കാരുടെ അംഗനവാടി കെട്ടിടങ്ങൾ, കുടിവെള്ള പദ്ധതി, ഇങ്ങനെ ആവേശപൂർവ്വം പ്രസംഗിച്ചു പോവാണ്. ഇടങ്ങളിട്ട് നോക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ടപ്പോൾ സ്വാഗതം ചോദിക്കിയത്. കാരണം അനർഹനിർഹളമായി ഒഴുകുന്ന പുഴയെ പോലെ അത്രയും വികസന പ്രവർത്തനം നടത്തിയ അഭിമാനത്തോടെയാണ് പ്രസിഡന്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഇത് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഏതായാലും നല്ല രീതിയിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. ഇവിടെ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചില പ്രഖ്യാപനം കൂടി സമ്പൂർണ്ണമായി നടത്തിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കണം. അത് സമ്പൂർണ്ണ പാർപ്പിട പഞ്ചായത്ത്, അത് വിളയൂർ ഗ്രാമപഞ്ചായത്ത്, അതിവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുക. മറ്റൊന്ന് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത്, അതും നവംബർ മാസം 2025 നവംബർ 1 കേരളം അതീവ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറാൻ പോകണം. എക്സ്ട്രീംലി പോവർട്ടി ഇല്ലാത്ത, എക്സ്ട്രീം പോവർട്ടി ഫ്രീ സ്റ്റേറ്റായി കേരളം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഏതായാലും 1 മാസത്തിലേറെ ബാക്കിയുണ്ട്. അതിനു മുമ്പ് ഈ വിളയൂർ ഗ്രാമപഞ്ചായത്ത് അതീവ ദാരിദ്ര്യമുക്ത സംസ്ഥാന പഞ്ചായത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ദൃഷ്ടി വിവര സഞ്ചയം, അത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അത് പെട്ടെന്ന് ഓൺലൈനിലാക്കി. ഏതായാലും ഡിജിറ്റലൈസേഷന്റെ കാലമാണ്. ആ വാക്ക് ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് മനസ്സിലായി. ഏതായാലും അതിവർ പറയുന്നത് ഇവരുടെ ആസ്തി മുഴുവനും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ആക്കിയ പഞ്ചായത്ത് കൂടിയായി ഈ പഞ്ചായത്ത് മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് 3ന്റെയും പ്രഖ്യാപനം കേരള നിയമസഭാ സ്പീക്കർ എന്നതിൽ ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും പഞ്ചായത്ത് മെമ്പർമാരെയും എല്ലാം കേരള നിയമസഭയ്ക്കോട് ഞാൻ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. നിരവധി വികസന പ്രവർത്തനങ്ങൾ പോയ 5 വർഷക്കാലം ഇവിടെ നടന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അതിവേഗം വളർന്ന് മുന്നോട്ട് പോയി എന്നുള്ള അഭിമാനത്തോട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇവിടെ പട്ടാമ്പി മണ്ഡലവും, കാരണം സ്വാഭാവികമായും കേരളം ആകെ വളരണമെങ്കിൽ പട്ടാമ്പി വളരണമല്ലോ. വികസനത്തിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമൊക്കെ ഇനി വരും. ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ, ഏറി വന്നാൽ ഒക്ടോബർ മാസം പകുതിയോടുകൂടി അല്ലെങ്കിൽ നവംബർ മാസം ആദ്യം നിയമസഭ ത്രിതല മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അന്നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. കുറ്റം പറയാനല്ല, പിന്നെ പ്രതിനിധിച്ചുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പുതിയ ഭരണസമിതി വന്നാൽ വികസനം ഒരു പഞ്ചായത്തിനകത്ത് നടക്കണമെങ്കിൽ അവിടെ രാഷ്ട്രീയമായ പാരവയ്പ് ഉണ്ടാകാൻ പാടില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം, വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. അതിനപ്പുറത്ത് വികസനത്തിന്റെ കാര്യത്തിൽ യോജിച്ചു നിൽക്കാൻ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു നാട്ടിലെ ജനങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ആ നാട്ടിൽ വികസനം ഉണ്ടാവില്ല. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും നല്ല രീതിയിൽ യോജിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാം നിങ്ങൾക്ക് മംഗളപത്രം പാടി അവർക്ക് മത്സരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായും വിയോജിപ്പുകൾ ഈ ഘട്ടത്തിലുണ്ടാകാം. മറിച്ച് ഒരു പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്താൽ പ്രത്യേകിച്ച് ലോക്കൽ ബോഡിക്കകത്ത് വിയോജിപ്പുകൾ ഉണ്ടാവാതെ നോക്കണം എന്നുള്ളതാണ്. ഇവിടെ 2016 മുഹമ്മദ് മൊഹസിനും ഞാനും ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. ഞാൻ അതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. 2014 പാർലമെന്റ് മത്സരിച്ചു, 3000 വോട്ട് തോറ്റുപോയി. മോഹസിൻ ആദ്യമായിട്ട് മത്സരിക്കുന്ന ആളാണ്. മോഹസിൻ ജയിച്ചു. ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ ഒന്നിച്ചാണ് എത്തിയത്. 2016 അന്നത്തെ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ സർക്കാരിന്റെ നയപ്രഖ്യാപനം നടത്തിയ അന്നത്തെ കേരള ഗവർണർ ജസ്റ്റിസ് വി സദാശിവം നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്: കേരള സംസ്ഥാനം ചില കാര്യങ്ങളിലെങ്കിലും സ്വയം പര്യാപ്തമാകണം. അത് പച്ചക്കറി, പാൽ, മുട്ട തുടങ്ങിയ കാര്യങ്ങളിൽ. അരിയുടെ കാര്യത്തിൽ പറ്റില്ല. അങ്ങനെ പഴം, പച്ചക്കറി, പാൽ തുടങ്ങിയ കാര്യങ്ങളിൽ കേരളം സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ സർക്കാരിന്റെ നയമായി അദ്ദേഹം പ്രഖ്യാപിച്ചപ്പം അതേറെക്കുറെ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. തുടർന്ന് അന്നത്തെ നിയമസഭാ സാമാജികന്മാരെല്ലാം വിളിച്ചു ചേർത്ത് അന്നത്തെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് ആ സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു.
സർക്കാരിന്റെ നയമല്ല, 3-4 പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിലൊന്നാണ് ലൈഫ് ഭവന പദ്ധതി. വീടില്ലാത്തവരായി ഒരാളുണ്ടാകാൻ പാടില്ല. അന്തി ഉറങ്ങാൻ ഒരു വീടില്ലാത്ത ഒരു മനുഷ്യനും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു ലൈഫ് ഭവന പദ്ധതിയിലൂടെ അവർ പ്രഖ്യാപിച്ചത്. നിയമസഭാ സ്പീക്കറാകുന്നുണ്ട്, നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും കേൾക്കണം, കുറ്റപ്പെടുത്തുകയും കേൾക്കണം, മംഗളപത്രം പറയുന്നതും കേൾക്കണം. സ്പീക്കറാണെങ്കിൽ ഈ കേൾക്കലല്ലേ. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു, ഏതാണ്ട് 2000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീടുണ്ടാക്കാൻ വേണ്ടി നീക്കിവെച്ചത്. വീടുണ്ടാക്കാനാണ്.